നമ്മൾ ഇവിടം വരെ നമ്മൾ സമരമായിട്ട് മുന്നോട്ട് വന്നിട്ട് യഥാർത്ഥ പ്രതികളിൽ എത്തിച്ചേരുമോ എന്നുള്ള ഭയമാണ് CBI ഇപ്പം നേരെ തിരിച്ച് അച്ഛനും അമ്മനെയും പ്രതിയാക്കി കൊണ്ട് നിൽക്കുന്നത്. എനിക്കതിലൊരു ഭയവുമില്ല. അവരിനിപ്പോൾ CBI അല്ല, ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമില്ല. നമ്മൾ സമരമായിട്ട് മുന്നോട്ട് പോയിട്ട് യഥാർത്ഥ പ്രതികൾ നമ്മൾ എത്തിച്ച് അവർക്ക് മുമ്പേ നമ്മൾ യഥാർത്ഥ പ്രതിയിൽ എത്തുമോ എന്നുള്ളൊരു ഭയമാണ് അവരിപ്പോൾ അച്ഛനും അമ്മനെയും പ്രതി ചേർത്തിട്ടുള്ളത്. സമരസമിതിയുമായി സംസാരിച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഞങ്ങളിനി സമരമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. പുതിയൊരു സമര മുഖം എന്ന് വെച്ചാൽ നമ്മൾ വരുന്ന 13-ന് എൻ്റെ മൂത്ത മകൾ മരിച്ചിട്ട് 8 വർഷം കഴിഞ്ഞു. അപ്പോൾ എറണാകുളം കച്ചേരിപ്പടിയിൽ വെച്ചിട്ടാണ് പരിപാടി. അപ്പോൾ ആ സമരത്തോടു കൂടി എന്തായാലും നമുക്കിതിൽ യഥാർത്ഥ പ്രതികളിൽ കണ്ടെത്താൻ വേണ്ടിയുള്ള സമരം ശക്തമായിട്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ ടീപ്പിൻ്റെ കേസിൽ അവർ പറഞ്ഞ വക്കീലിനെ കൊടുത്തു. വാളയാർ കേസിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വാസമുള്ളൊരു വക്കീലിനെ പറയുമ്പം സർക്കാർ തരാ എന്ന് പറയല്ലാതെ തരുന്നില്ലല്ലോ? എന്തുകൊണ്ട്? അപ്പോൾ രാജേഷ് മേനോനെ സർക്കാരും ഭയക്കുന്നുണ്ട്, CBIയും ഭയക്കുന്നുണ്ട്. രാജേഷ് മേനോൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തിരിമറി ഉണ്ടാവുമെന്ന് അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലായത് കൊണ്ടാണ് അവർ രാജേഷ് മേനോനെ വെക്കാതെ അവർക്ക് ഇഷ്ടമുള്ള ഏതൊക്കെയോ വക്കീലിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. അട്ടിമറിക്കാൻ ഇനിയും കൂട്ടു നിൽക്കുന്നതിൻ്റെ തെളിവാണല്ലോ അപ്പം നമ്മൾ പറഞ്ഞ വക്കീലിനെ തരാത്തതിൻ്റെ കാരണം. സർക്കാർ തന്നെ കൂട്ടു നിൽക്കുന്നു. തീർച്ചയായിട്ടും സർക്കാരുണ്ട്, CBI ഒത്തുകളിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞ വക്കീലിനെ തരാത്തതിൻ്റെ കാരണം. അപ്പോൾ അവർക്ക് കേസ് അട്ടിമറിക്കാൻ പാടില്ല, സത്യസന്ധമായി തെളിഞ്ഞ് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ വക്കീൽ അവരെന്തുകൊണ്ട് തരുന്നില്ല? ഒരിക്കലും ഇല്ല. നമ്മൾ മൂപ്പരെ കണ്ടിട്ട് പോലും ഇല്ല. ആരാണ് എന്താണെന്ന് ഇപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് വന്ന് നിന്നിട്ട് ഞാനാണ് പറഞ്ഞപ്പോൾ എനിക്കറിയാൻ പാടില്ല. ഇല്ല, നമ്മൾ കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയാൻ പാടില്ല ആരാന്നുള്ളത്. ഒരു വിവരങ്ങളും ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, വാളയാർ മക്കൾക്ക് കുറച്ചെങ്കിലും നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വക്കീലാണെങ്കിൽ ആൾക്ക് വാളയാർ കേസിന് വേണ്ടിയിട്ട് CBI വക്കീലായിട്ട് നിയമിച്ചപ്പം തന്നെ അന്നല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം വന്ന് വാളയാർ വീട്ടിൽ വന്ന് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് ആ ഷെഡ് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ അത് വന്ന് കണ്ട് നമ്മുടെ അച്ഛനമ്മനെ കൊണ്ട് മക്കൾക്ക് എന്താ സംഭവിച്ചതെന്നുള്ള അവർക്ക് അറിയാം. പക്ഷേ എങ്കിൽ പോലും സാഹചര്യങ്ങൾ ഇവിടെ വന്നൊന്ന് ചോദിച്ച് മനസ്സിലാക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും വിശ്വാസം വരും. ഇത് എവിടെയോ ഇരുന്നു കൊണ്ട് സംസാരിക്കും. നമ്മൾ ഫോണിലും അല്ല, നേരിലും അല്ല, കണ്ടിട്ട് പോലും ഇല്ല. എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ നിങ്ങൾ ആരോപിക്കുന്നത്? ഇപ്പോഴത്തെ സാഹചര്യം അതന്നെയാണ്. ഇപ്പോൾ അച്ഛനും അമ്മയും പ്രതിയാണെന്ന് വരുത്തി തീർക്കുന്നതിൻ്റെ കാരണം എന്താ? അവർക്ക് വാളയാർ കേസ് തെളിയാൻ പാടില്ല. തെളിഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ പ്രതികൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5 അല്ല 6 അല്ല വലിയ ആൾക്കാർ ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളത് പൊതുജനങ്ങൾക്ക് അറിയും, തെളിയും, നാണക്കേടാവുന്നുള്ളതിൻ്റെ ഒറ്റ കാരണമാണ് അവരിപ്പോൾ അവസാനം കൊണ്ട് അച്ഛനും അമ്മനെയും പ്രതി ചേർത്തുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഒരു നാടകത്തിൽ ഇറങ്ങിയിരിക്കുന്നത് എനിക്കിതിൽ പറയാൻ പറ്റുന്നുള്ളൂ. നേരത്തെ പല തവണയും പറഞ്ഞിരുന്നു CBIയിൽ ഒരു വലിയ വിശ്വാസം ഉണ്ടെന്നാണ്. ആ വിശ്വാസം ഇപ്പോഴും ഉണ്ടോ? കാരണം നമ്മൾക്ക് അനന്തകൃഷ്ണൻ CBI വന്ന സമയത്തുണ്ടായിരുന്നു. അവരന്വേഷിച്ച സമയത്ത് നല്ല രീതിയിലാണെന്നൊക്കെ വിചാരിച്ചു. കാരണം അവർ അന്ന് വന്നിട്ട് ഡമ്മിയൊക്കെ പരിശോധനയൊക്കെ ചെയ്തപ്പോൾ നമുക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്ന CBI ഉമയാണെങ്കിലോ അവർ ഒരു കാര്യം തുറന്ന് പറയുന്നില്ല, ഒരു അന്വേഷണവുമില്ല. നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്നതിനുള്ള ഉത്തരവല്ല അവർ പറയുന്നത്. നിങ്ങളുടെ ആവശ്യപ്രകാരം മലയാളികളല്ലാത്ത CBI ഉദ്യോഗസ്ഥരെ നിയമിച്ചിരുന്നല്ലോ. എന്നിട്ട് എവിടെ? അവർ വന്ന സമയത്ത് വന്നു, നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല, അവർ പറയുന്നത് എനിക്കും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ CBI ഉമ്മൻ്റെ കൂടെ ഉള്ളൊരു പോലീസുകാരനെയാണ് ഞാൻ പറയുന്ന മലയാളത്തിലുള്ളത് തിരുത്തി കൊടുക്കാൻ പറ്റത്. ഞാൻ പറഞ്ഞു സാർ എന്താണ് സംഭവിച്ചെന്ന് ചോദിക്കുന്നു, ഭാഗ്യം അമ്മയൊന്ന് പറയണമെന്ന് പറഞ്ഞു. ഈ 7 വർഷമായിട്ട് ഈ ഒന്നിനും കൊള്ളാത്ത കൂലിപ്പണിക്കാരായിട്ടുള്ള പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി എന്തിനാ CBIക്കാർ ശ്രമിക്കുന്നത്? ഇവരെടുത്തു കളഞ്ഞതുകൊണ്ട് ഇവർക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? അതത് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അവരെ സംരക്ഷിക്കുന്നു മാത്രമല്ല, അവർക്ക് യഥാർത്ഥ പ്രതികൾക്ക് വേണ്ടി ഇവർ കുറ്റം ഏറ്റുകൊണ്ട് കിടക്കുന്നതിൻ്റെ ഒറ്റ കാരണമാണ് ഈ കേസ് 7 വർഷമായിട്ടും ഇങ്ങനെ അട്ടിമറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ അന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥന്മാർ സത്യസന്ധമായിട്ട് അവർക്ക് കേസ് തെളിയണമെന്ന് ആഗ്രഹിച്ചില്ലെങ്കിൽ കുടുംബം ആവശ്യപ്പെട്ട വക്കീലിനെ വെച്ച് കൊടുത്തിട്ടുണ്ടാകും. പക്ഷെ അതും ചെയ്യുന്നില്ല. അപ്പോൾ അത് വീണ്ടും അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതിൽ ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നതിന് കേസ് വീണ്ടും അട്ടിമറിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു സംശയവുമില്ല. CBIയും ഈ പ്രതികൾക്കും അതുപോലെ തന്നെ സർക്കാരിനൊപ്പം നിൽക്കുന്നതാണ്. ഇപ്പം നമ്മുടെ കാഴ്ചപ്പാടിൽ സത്യമായിട്ട് അവർ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. CBIയും സർക്കാരും ഇപ്പോൾ ഇതിൽ യഥാർത്ഥ പ്രതികളും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഇപ്പോൾ അവസാനം കൊണ്ട് അവർ അച്ഛനും അമ്മനെയും പ്രതിയാക്കിക്കൊണ്ട് അവസാനത്തെ ഒരു നാടകമായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നത്. രാജേഷ് മേനോനെ പ്രോസിക്യൂട്ടർ ആക്കണം എന്ന് ആവശ്യപ്പെട്ട് എന്തുകൊണ്ടാണ് പറ്റില്ല എന്നുള്ളത് അവർ അറിയിച്ചത്? അതാണ് എനിക്കും അറിയാത്തത്. അതാണ് ഞാനും ചോദിക്കുന്നത്. രാജേഷ് മേനോനെ ഞങ്ങളുടെ വക്കീലാക്കി നിയമിച്ചാൽ എന്താ കുഴപ്പം? നമ്മൾ പിണറായി സർക്കാരിനെ കാണാൻ പോയപ്പോൾ അവർ പറഞ്ഞത് അമ്മ ആവശ്യപ്പെടുന്ന വക്കീലിൽ വെച്ച് കൊടുക്കുമെന്ന്. എന്നിട്ടിപ്പോൾ എന്താ ചെയ്തത്? അവർക്ക് ഇഷ്ടമുള്ള ഏതൊക്കെയോ വക്കീലിൽ വെക്കുന്നു. തൊള്ളയിൽ വരാത്തൊരു പേരുള്ള വ്യക്തിനെ, നമ്മൾ നേരിൽ കണ്ടിട്ടില്ലാത്ത വ്യക്തിനെ, അവരെയൊക്കെയാണ് ഇപ്പോൾ സർക്കാർ വക്കീലായിട്ട് വെക്കുന്നത്. അതിൻ്റെ കാരണം എന്താ? രാജേഷ് മേനോനെ വെച്ച എന്താ കുഴപ്പം?
ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഈ ഉന്നതനായിട്ടുള്ള വക്കീലായിരിക്കാം ഇനി വരുന്നതാണെങ്കിലും ഇവരെ ഏൽപ്പിക്കുന്നതാണെങ്കിലും, പക്ഷേ അവരിലൊന്നും എനിക്ക് വിശ്വാസമില്ല. എനിക്ക് രാജേഷ് മേനോനെ വിശ്വാസം. അപ്പോൾ ഞങ്ങൾക്ക് രാജേഷ് മേനോനെ തരുന്നത് വരെ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കേസ് അട്ടിമറിക്കാൻ ഇവർ എത്ര വലിയ ഉന്നതനെ കൊണ്ടുവന്നിട്ട് ചെയ്താലും നമ്മൾക്ക് തൃപ്തിയുള്ള വക്കീലുമായിട്ട് മുന്നോട്ട് പോകാനേ നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ ഇവർ കൊണ്ടുതരുന്ന വക്കീലുമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് തൃപ്തിയല്ല. നിങ്ങൾ പ്രതികളാവുന്ന ഒരു നീക്കം ഉണ്ടാവുമെന്ന് കരുതി അതിനവർ തെളിവ് കൊണ്ടുവരട്ടെ. ഈ 7 വർഷം കിട്ടാത്ത തെളിവ് ഇപ്പോൾ അവർ കൊണ്ടുവരട്ടെ. അച്ഛനും അമ്മയും പ്രതിയാണെന്നുള്ളത് കൊണ്ടുവരട്ടെ. എൻ്റെ മൂത്ത മകൾ 2017 ജനുവരിയിൽ മരിച്ച സമയത്ത് അച്ഛനും അമ്മയും എവിടെയായിരുന്നു? ഇളയ കുഞ്ഞ് മരിച്ച സമയത്ത് തന്തയും തള്ളയും എവിടെയായിരുന്നു? അതെല്ലാം തെളിവുകളും അവർ കൃത്യമായിട്ട് കൊണ്ടുവരട്ടെ. എന്നിട്ട് ഇവരെന്താ ഞങ്ങൾക്കെതിരെ കൊണ്ടുവരുന്ന തെളിവെന്നും കൂടി നോക്കട്ടെ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പീഡിപ്പിക്കപ്പെട്ടത് സ്വന്തം അച്ഛനാണ് പീഡിപ്പിച്ചെന്നുള്ള അവർ തെളിയിക്കട്ടെ. അച്ഛൻ ചത്തിട്ടൊന്നുമില്ലല്ലോ, തെളിയിക്കട്ടെ അവർ. അതാ ഈ പ്രതികളാണോ? അല്ലെ ഇവർക്ക് വേണ്ടിയിട്ട് വേറെ യഥാർത്ഥ പ്രതികൾക്ക് വേണ്ടി ഇവർ ഹാജരായിട്ട് ഇപ്പോൾ ഇരിക്കണ്ടല്ലോ, ഓരോന്നോരോന്ന് കൊഴിഞ്ഞു പോയില്ലേ? അപ്പോൾ 7 വർഷമായിട്ട് ഇവരെന്തുകൊണ്ടത് ചെയ്തില്ല? ഇപ്പോൾ ഒന്നും കിട്ടാതെയായപ്പോൾ അവസാനം കൊണ്ട് അച്ഛനും അമ്മയും കുറ്റക്കാരാണെന്ന് തലയ്ക്ക് വെച്ചുകൊണ്ട് കൊണ്ടുവരിക. ഇതല്ല ഇതിലപ്പുറം വലിയ ഭീഷണി പറഞ്ഞാൽ ഞങ്ങൾ പേടിക്കാനൊന്നും പോകുന്നില്ല. കാരണം യഥാർത്ഥ പ്രതികളിൽ ഞങ്ങൾ അവർക്ക് മുമ്പ് എത്തിത്തീരുമോ എന്നുള്ള CBIൻ്റെ ഭയമാണ് അവസാന ഘട്ടത്തിൽ ഇപ്പം നമ്മുടെ തലയിൽ ഇത് കൊണ്ടുവച്ചിരിക്കുന്നത്. അങ്ങനെ എനിക്കിതിനെ കാണാൻ പറ്റുന്നുള്ളൂ. നിയമപോരാട്ടം തുടരും തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. അപ്പോൾ 13-ാം തീയതി സമരം തുടങ്ങുന്നുണ്ട്. എറണാകുളത്ത് കച്ചേരിപ്പള്ളിയിലെ പരിപാടി തുടങ്ങുന്നത്. മൂത്ത കുഞ്ഞ് മരിച്ചതിൻ്റെ 8 വർഷം കഴിഞ്ഞു. നമ്മൾ അവിടെ നിന്നാണ് സമരം തുടങ്ങുന്നത്. ഇനി അടുത്ത സമരം ഏത് രീതിയിലാണെന്നുള്ളത് അന്ന് 13-ാം തീയതി ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ അടുത്ത ദിവസം തന്നെ കോടതിയെ സമീപിക്കും. തീർച്ചയായിട്ടും, ഒന്നുമില്ല നാളെയോ അല്ലെങ്കിൽ മറ്റന്നായിട്ടും നമ്മൾ എന്തായാലും പോകും. സമരസമിതിയുമായി കൂടിയാലോചിച്ചതിന് ശേഷം അതെ സമരസമിതിയായിട്ട് സംസാരിച്ച് കഴിഞ്ഞ ശേഷമായിരിക്കും നമ്മൾ പോകുന്നത്.